ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മെഷീൻ എംബ്രോയിഡറിയിൽ തന്നെ ഗ്രാനൈറ്റ് എന്ന സ്റ്റിച്ചിനെ പറ്റിയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ലേഡി മൈൻഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഒരു പൂവിനെ വരയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് ട്രേസ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ കേസിന് നമ്മൾ ആദ്യമേ സാറ്റൻ സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ലൂസാക്കിയിരുന്നു. ആ ലൂസ് മതിയാവില്ല ഇത് ചെയ്യുമ്പോൾ. ഇതിന് കുറച്ചും കൂടി ലൂസ് ഇങ്ങനെ ഫ്രീ ആയിട്ട് നൂല് വരുന്ന പോലെ ലൂസാക്കി വയ്ക്കുക. കുറച്ചും കൂടി ലൂസാക്കുക. ഇങ്ങനെ ഓടി വരുന്നത് പോലെ ലൂസാക്കി വയ്ക്കുക നൂല്. എന്നിട്ട് ബോബിനിലിടുക. നമ്മൾ മറ്റേ എംബ്രോയിഡറിക്കൊക്കെ ചെയ്ത മാതിരി തന്നെ മുകളിലുള്ള നൂലിനെ ടെൻഷൻ കുറച്ച് ലൂസാക്കുക. ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ടെൻഷൻ ഒരുപാട് ലൂസാക്കരുത്, ചെറുതായിട്ട് ടൈറ്റ് വേണം. അപ്പോഴേ ഉള്ളിലത്തെ നൂലിനെ പുറത്തേക്ക് എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ മുകളിൽ ചുവപ്പ് നൂലും ചുവപ്പ് നൂലും ഉള്ളിൽ മഞ്ഞ നൂലുമാണ് ഇട്ടിരിക്കുന്നത്. ഈ രണ്ട് നൂലും കൂടി മിക്സ് ചെയ്ത് വരുന്ന സ്റ്റിച്ചിനെയാണ് ഗ്രാനൈറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ട സ്റ്റിച്ച് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ റൗണ്ട് ചെയ്യുക. റൗണ്ട് ചെയ്ത് സ്റ്റിച്ചിൽ തട്ടാതെ അടിച്ചെടുക്കുക. ഈ നൂലിനെ കട്ട് ചെയ്ത് കളയുക. ഇതുണ്ടോ, കുറച്ചും കൂടി ചുവപ്പ് നൂലിനെ ടൈറ്റാക്കി കൊടുക്കുക. ഒരുപാട് ടൈറ്റായാൽ നൂല് പൊട്ടും കേട്ടോ. എംബ്രോയിഡറി നൂലിന് ബലം കുറവാണ്. നോക്കി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ടൈറ്റാക്കി എടുക്കാൻ. കണ്ടോ മഞ്ഞ നൂല് പുറത്ത് വരുന്നത്. ഇങ്ങനെ ഈ മെഷീൻ പെറ്റലിനെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക. നൂലിൻ്റെ മുകളിൽ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നൂല് പിന്നിപ്പോവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ അരികെ ഇങ്ങനെ അടിച്ചെടുക്കുക. ആദ്യം ഇതിൽ മഞ്ഞയാണ് കൂടുതൽ വരുന്നതെന്ന് തോന്നുകയാണെങ്കിൽ ചുവപ്പിനെ കുറച്ച് ലൂസാക്കി വിടാം കേട്ടോ. അതൊക്കെ നമ്മുടെ കയ്യിലാണ്, അഡ്ജസ്റ്റ്മെൻറ്റിലാണ് അതൊക്കെ കിടക്കുന്നത്, ഏത് കളറ് കൂടുതൽ വരണം എന്നുള്ളത്. ഇത്രയ്ക്ക് കാണാൻ പാടില്ല, ചുവപ്പ് മഞ്ഞ ചെറുതായിട്ട്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത ഒരു കളറായിട്ട് കിട്ടും നമുക്ക്. ഉണ്ടോ, മുകളിൽ അടിച്ചതുകൊണ്ടാണ് അപ്പോൾ നൂല് പിന്നി വന്നത്. അതില്ലാതെ ശ്രദ്ധിച്ചടിക്കുക. ഇതിന് ബലം കുറവായതുകൊണ്ട് മുകളിൽ അടിച്ചു കഴിഞ്ഞാൽ വേഗം പിന്നി വരും. ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഇതുപോലെ അടിച്ചെടുക്കുക. തുണി കാണാത്ത രീതിയിൽ കംപ്ലീറ്റും അടിച്ചെടുക്കുക.
ഇത് തുണിയിൽ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. വേണ്ട നമുക്ക് നന്നായി ഡിസൈൻ ചെയ്യാൻ പറ്റും. കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ നമുക്കിത് ഡിസൈൻ ചെയ്യാൻ പറ്റും. ചില സാരിയിലൊക്കെ ഇതുമാതിരി ഡിസൈൻ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നന്നായി പ്രാക്ടീസ് ചെയ്യണമെന്ന് മാത്രം. എന്തും കാര്യം പ്രാക്ടീസ് ചെയ്ത് നമുക്ക് വൃത്തിയായി ചെയ്യാൻ പറ്റും. നമുക്ക് രണ്ട് ഫ്രെയിം നീങ്ങണം. നമ്മൾ കൈ നല്ലപോലെ ഒരു ചെറിയ ചുറ്റ് വന്നിട്ട് പിന്നെ അത് ഫുള്ളായിട്ട് ചുറ്റിയിടണം. പിന്നെ പവർ മെഷീനിൽ ചെയ്യാൻ പറ്റിയ ചോദിച്ചിട്ടായിരുന്നു. പവർ മെഷീനിൽ ചെയ്യാം, പക്ഷെ നല്ല ബാലൻസ് വേണം. നമ്മൾ പവർ മെഷീൻ ഓവർ സ്പീഡായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് നമ്മുടെ കൺട്രോളിൽ കൈ കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഡബിൾ മെഷീനിൽ ചെയ്യാം. ഡബിൾ മെഷീനിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മളിത് പ്രാക്ടീസ് ചെയ്തിട്ട് കാല് സെറ്റായതിന് ശേഷം പിന്നെ മോട്ടർ വെച്ചിട്ട് നമുക്ക് നല്ല സ്പീഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കുന്ന കുറേ സ്റ്റിച്ചുകളുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നന്നായി ചെയ്ത് പഠിച്ചിട്ട് ഡബിൾ മെഷീനിൽ ചെയ്യാം. ഇത് നമുക്ക് നല്ലൊരു വരുമാനമാക്കി എടുക്കാൻ പറ്റും. കട്ട് വർക്കൊക്കെ ഉണ്ട് ഇതിൽ. ഈ കട്ട് വർക്കൊക്കെ ചെയ്ത് നമുക്ക് ഒരു സാരിയിൽ ചെയ്താൽ 3000 രൂപയൊക്കെയാണ് കിട്ടുന്നത്. ബ്ലൗസിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല റേറ്റ് കിട്ടും നമുക്കത്. ആകെ ഒരു സാരിയിൽ ഞാനൊരു സാരി ഉണ്ട് കട്ട് വർക്ക് ചെയ്തത്, ആ സമയത്ത് കാണിച്ചത്. ഒരു ഫ്ലവറിന് നമുക്ക് കിട്ടുന്നത് 350 രൂപയാണ് കട്ട് വർക്ക് ചെയ്താൽ, ചെറിയൊരു കട്ട് വർക്ക് ചെയ്യണമെങ്കിൽ. ഇതുപോലെ ബാക്കിയുള്ള പെറ്റൽസും നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഇവിടെയും പച്ചയും മഞ്ഞയും ഇട്ടിട്ട് നിങ്ങൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യും. സ്റ്റെമ്മിന് താഴെ മഞ്ഞയും മുകളിൽ പച്ചയും. ഇത് ചുവപ്പ് എന്നുള്ളത് വേറെ കളർ ഇടാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. നല്ലൊരു ഫ്ലവർ വരച്ചിട്ട് നിങ്ങളിതുപോലെ ചെയ്യുക. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് സാധാ മെഷീനിൽ ഗ്രാനൈറ്റ് എന്ന സ്റ്റിച്ചിനെ പറ്റിയാണ്. സാറ്റൻ സ്റ്റിച്ച് ഫിനിഷിംഗ് ഇല്ല എന്ന് പറഞ്ഞു. സാറ്റൻ സ്റ്റിച്ച് വെച്ചിട്ട് അധികം ഒന്നും ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. സാറ്റൻ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള സ്റ്റിച്ചുകളൊക്കെ അടിക്കാൻ പറ്റുക. ഇന്ന് നമ്മൾ ഗ്രാനൈറ്റ് സ്റ്റിച്ചിനെ പറ്റി മനസ്സിലാക്കി. ഇതിന് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.